പ്രയർ പറഞ്ഞു കേട്ടോ. പ്രയർ പറഞ്ഞു കേൾക്കാൻ പറ്റുന്നുണ്ടോ? ജഗദീശ്വര ലോകാദിനാഥാവിന്നും ഞങ്ങളെ കാത്തിടണേ, വിഘ്നങ്ങളൊക്കെയും തീർത്തു നീടണം, സൽബുദ്ധി ഞങ്ങളെ വളർത്തിടണം. മായാപ്രപഞ്ചത്തിൽ വാഴുന്ന ഞങ്ങൾക്ക് നേരായ മാർഗം തെളിച്ചു തരൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, മന്ത്രം ഞങ്ങളിൽ ഉണർത്തിടണേ. ജഗദീശ്വര ലോകാദിനാഥ ഞങ്ങളെ കാത്തിടണേ, ഞങ്ങളെ കാത്തിടണേ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാല്ലേ? ക്യാമറയിൽ ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ട്. ഞാനപ്പോ മാത്തമാറ്റിക്കലി റീഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും റീഡ് ചെയ്ത് നോക്കിയോ? ഓക്കെ, റീഡ് ചെയ്തിട്ടുണ്ട് ഒരാള്. ഓക്കെ, കുഴപ്പമില്ല. നമ്മൾ മാത്തമാറ്റിക്കലി നമുക്ക് തിയറി ആയിട്ട് പഠിച്ച എക്സാം ഒന്നുമില്ല. നമുക്കറിയാലോ, നമുക്ക് മെറ്റീരിയൽസിന്റെ കേസിൽ അല്ലെങ്കിൽ അപ്പാരറ്റിക്സിന്റെ കേസിൽ നമുക്ക് തിയറി എക്സാമുകളൊന്നും ഇല്ല. ബട്ട് നമുക്ക് അറിഞ്ഞിരിക്കണം ഒരു മെറ്റീരിയൽസിന്റെ യൂസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. സോ അപ്പാരറ്റിക്സ് റെക്കോർഡ് നിങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടോ? ഒരാള് ഇത് തന്നിട്ടുണ്ടാവില്ലേ? ഏതാണ്? PDF സെൻഡ് ചെയ്ത് തന്നിട്ടില്ലേ? അതായാലും മതി. അപ്പാരറ്റിക്സ് റെക്കോർഡിന്റെ PDF സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. ആ റെക്കോർഡ് കംപ്ലീറ്റ് അല്ലെങ്കിലും അപ്പാരറ്റിക്സ് റെക്കോർഡിന്റെ PDF ആയാലും കയ്യിൽ കരുതിയാൽ മതി. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നത് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് കേട്ടോ. എന്താണ് മെറ്റീരിയലിന്റെ പേര്? ആദ്യത്തെ മെറ്റീരിയൽ എഴുതിയെടുത്തോ. മാത്തമാറ്റിക്കൽ ഏരിയ ആണ് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് കേട്ടോ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ. അതിന്റെ ഇമേജ് നമുക്ക് ഇവിടെ ഇട്ടുതരാം. ഇത് വലിയ ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ ഇമേജ് ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്.
നമുക്ക് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് നമുക്ക് സിസ്റ്റത്തിൽ കാണിക്കാനുള്ള ആ ഒരു ഫെസിലിറ്റി, കാരണം നമുക്ക് അറിയാലോ ക്യാമറയും അതിന്റെ പരിമിതികളും ഉണ്ട്, അതിൽ നിന്നുകൊണ്ടാണ് കാണിക്കുന്നത്. അപ്പോ നിങ്ങളിപ്പോ കാണുന്നത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ഓക്കെ അല്ലേ? കണ്ടോ? ബ്ലൂവും റെഡും കോമ്പിനേഷനിലാണ് റോഡ്സും കാർഡ്സും വരുന്നത്, റോഡ്സുകൾ വരുന്നത്. റെഡ് എന്ന് പറയുന്നത് 1, ബ്ലൂ വരുമ്പോ 2, ഓഡ് നമ്പേഴ്സ് ഇവൻ നമ്പേഴ്സ് ഞാൻ പറഞ്ഞുതരാം. അത് ഇതാണ് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. നമ്മുടെ കയ്യിലുള്ള, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്ന് പറയുന്നത് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ് കേട്ടോ. നമുക്ക് ഈ സിസ്റ്റത്തിലൊക്കെ കാണിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ റോഡ്സ് ആൻഡ് കാർഡ്സുകൾ ഉള്ളത്. അത് നമ്മുടെ ഉള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. 1 മിനിറ്റ്. കേട്ടോ. മാം മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ, ഇപ്പൊ ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അത് കേട്ടില്ല. ഓക്കെ, നമ്മള് ഇത് മാച്ചിലാണ് നമ്മൾ ആക്ടിവിറ്റീസും കാര്യങ്ങളും മെറ്റീരിയൽസും കാര്യങ്ങളും ചെയ്യുന്നത്. ഫസ്റ്റ് ഞാൻ ഈ കാണിക്കുന്ന റോഡ് എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, 1. ഈ ഒരു കൗണ്ട് നമുക്ക് റെഡ് കളർ ഇങ്ങോട്ട് വെക്കാം. അത് ഐ മീൻ എല്ലാവർക്കും അങ്ങനെ അറിയാല, ഡിസ്പ്ലേ അങ്ങോട്ടുണ്ട്. മ്യൂട്ട് മാറിയോ? ഇപ്പൊ ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇത് നമ്പർ റോഡ് 1 എന്നുള്ള ഒരു കൗണ്ട് ആണ് വരുന്നത്. ദെൻ അടുത്തെന്ന് പറയുന്നത് 2. ഓക്കെ, 2 എന്നാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, 1 1 2 മനസ്സിലായോ? ഇത് 1 ആണ്, നമുക്കത് നോക്കാം, മെഷർ ചെയ്യാം. 1 ദെൻ 2. 1 എന്നുള്ളത് നമ്മൾ റെഡ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഈ നമ്പർ റോഡ്സും കാർഡ്സും വരുന്നത്. കുട്ടികൾക്ക് കുറച്ചും കൂടി കളർ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആയിരിക്കും. പിന്നെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, ആ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് റോഡാണ്. ഓക്കെ, 1 2 3 നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടത് നമ്പർ റോഡ്സ്? ആ ഡിഫറൻസ് നോക്കട്ടോ. അടുത്തതാണ് നമ്പർ റോഡ് 1 2 3 4. Then 1 2 3 4 5. 1 2 3 4 5 6. Okay, 1 2 3 4 5 6 7. നമുക്ക് എപ്പോ വേണമെങ്കിലും മെഷർ ചെയ്ത് നോക്കാം. നമുക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ എറർ ഓഫ് കൺട്രോൾ നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ ഇത് ഫസ്റ്റത്തെ ട്യൂബ് നോക്കിയിട്ട് നമുക്ക് മെഷർ ചെയ്യാം. 1 2 3 4 5 6 7. അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ മെഷർ ചെയ്യാനായിട്ട് പറ്റും, കാരണം നമുക്ക് കളേഴ്സിന്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. 1 2 3 4 5
6, 7. Then 8. Then 9 and 10. ഓക്കെ, കാണാലോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി നമ്മൾ കാർഡ്സ് വെക്കാൻ പോവാണ്. നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്നാണ് മെറ്റീരിയലിന്റെ പേര്. ഓരോന്നിനും ഓരോ കാർഡ്സ് കാര്യങ്ങൾ വെക്കാറുണ്ട്. 1 എന്ന് പറയുന്ന കാർഡ് എവിടെയാണ്? ഇവിടെ. ഇങ്ങനെ വെക്കാം കേട്ടോ. 1. 2 എന്ന് പറയുമ്പോൾ 2 സ്റ്റെപ്പ് കയറുന്ന പോലെ നമുക്ക് തോന്നും, ഫീൽ ചെയ്യും. 2, 3 and 4. അത് നമുക്ക് ഇവിടെയായിട്ട് വെക്കാം. എനിക്ക് എത്ര എഫക്റ്റീവ് ആണെന്ന് അറിയില്ല, കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, അതുകൊണ്ട് ഞാൻ വെക്കാം കേട്ടോ. 4, then 5, 6. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ? കറക്റ്റ് ആയിട്ടാണ് കാണുന്നത്? എനിക്ക് ക്യാമറ നോക്കുമ്പോ അത് 6 മുതൽ കാണത്തില്ല മാം. 5 വരെ കാണുന്നുള്ളൂ. എവിടെ വരെ? 5 വരെ 5 വരെ കാണുന്നുള്ളൂ. കാണുന്നുള്ളൂ. ഇപ്പോഴോ? കാണുന്നുണ്ട് മാം. ഒരു ഡൗട്ട് ചോദിച്ചോട്ടോ മാം. പറഞ്ഞോടോ. ഇത് നമ്പർ, അതായത് എത്ര ബ്ലോക്സ് പോലെയല്ലേ? അപ്പൊ അത് എത്ര എണ്ണം ഉണ്ടോ അതനുസരിച്ചിട്ടല്ലേ നമ്പർ വെക്കണ്ടേ? അതെ അതെ, കൗണ്ട് ചെയ്യുന്നത് കണ്ടോ. 1, ഇപ്പൊ 1, 2. അല്ല, അപ്പൊ 1 വരേണ്ടത് ഈ ബ്ലൂവിന്റെ അവിടെയാണോ? അല്ല, റെഡ് ആണ്. 1 എന്ന് പറയുന്നത് റെഡ്, 1, 2 എന്ന് പറയുന്നത് ബ്ലൂ. ഓക്കെ, ഞാൻ ഇതിൽ കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു തരാനുണ്ട്. ഞാൻ അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഓഡ് നമ്പർ ഇവൻ നമ്പർ കൺസെപ്റ്റ് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് പറ്റും. റെഡ് കളറിൽ വരുന്നത് എന്താണ്? ഓഡ് നമ്പേഴ്സ് ആണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. 1 റെഡ് ആണ് അല്ലെ? 3 റെഡ് ആണ്, 5 റെഡ് ആണ്, പിന്നെ 7 റെഡ് ആണ്, 9 റെഡ് ആണ്. ഓക്കെ, ഓഡ് നമ്പേഴ്സ് എല്ലാം അവസാനം എന്താണ്? റെഡ് ആണ്. ഇവൻ നമ്പേഴ്സ് നോക്കുക. ഇവൻ നമ്പേഴ്സിൽ 2 ബ്ലൂ ആണ് അവസാനം വരുന്നത്. ബ്ലൂ എന്ന് പറയുന്ന ഇത് വരുമ്പോ, റോഡ് വരുമ്പോ അത് അവസാനിക്കുന്നത് ഇവൻ നമ്പർ ആണ്. 4. 6 ഇവൻ നമ്പർ ആണ്. 8 ഇവൻ നമ്പർ ആണ്. ലാസ്റ്റ് നമ്മുടെ 10ഉം ഇവൻ നമ്പർ ആണ്. കാണുന്നുണ്ടോ? ബാക്കി എല്ലാത്തിനും ബേസ് തുടക്കം എങ്ങനെയാണ്? റെഡ് ആണ്. കാണുന്നുണ്ടോ? എല്ലാം ബേസ് തുടങ്ങുന്നത് റെഡ് ആണ് എല്ലാവർക്കും. ബട്ട് ഡിഫറൻസ് വരുന്നത് വെച്ചാൽ ഓഡ് നമ്പർ ആണെങ്കിൽ റെഡ് ആയിരിക്കും, ബ്ലൂ ഇവൻ നമ്പർ ആണെങ്കിൽ ബ്ലൂ ആയിരിക്കും. കുട്ടികൾക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. കുട്ടികൾ പറഞ്ഞോ. ബേസ് തുടങ്ങുന്നത് റെഡിലും, പിന്നെ പറഞ്ഞത് ക്ലിയർ ആയില്ല മാം. എന്താണ്? ബേസ് തുടങ്ങുന്ന സ്റ്റാർട്ട് ചെയ്യുന്ന റെഡ് കളറിലാണെന്ന് മാം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് ക്ലിയർ ആയില്ല. ഓക്കെ, ബേസ് തുടങ്ങുന്നത് റെഡിലാണ്. ദെൻ എൻഡ് ചെയ്യുന്നത് അനുസരിച്ച് നമ്മൾ ഓഡ് നമ്പർ ഇവൻ നമ്പർ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എൻഡ് ചെയ്യുന്നത് റെഡിൽ തന്നെ ആണെങ്കിൽ അത് ഓഡ് നമ്പർ ആണ്, ബ്ലൂവിലാണെങ്കിൽ അത് ഇവൻ നമ്പർ ആണ്. ഓക്കെ, ബ്ലൂവിലാണ് റോഡ് അവസാനിക്കുന്നെങ്കിൽ അത് ഇവൻ നമ്പർ ആണ്. ഓഡ് നമ്പർ ഇവൻ നമ്പർ കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാനായിട്ട് പറ്റും. അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ കൺസെപ്റ്റ് ഒന്നും കേൾക്കുന്നില്ല ആർക്കും? വോയിസ് ക്ലിയർ ആയില്ല? ഓക്കേടാ, മോനൊന്ന് റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറിക്കോട്ടെ. എനിക്ക് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. റേഞ്ചുള്ള സ്ഥലത്തേക്ക് ഒന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഓക്കെ ആയിരിക്കും. അപ്പൊ നമുക്ക് ഓഡ് നമ്പർ എന്തെല്ലാം കാര്യങ്ങൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് യൂസ് ചെയ്ത് പഠിപ്പിക്കാൻ പറ്റും? കൗണ്ടിങ് പഠിപ്പിക്കാം. ഫസ്റ്റ് കൗണ്ടിങ് പഠിപ്പിക്കാലോ. ഈ മെറ്റീരിയൽ യൂസ് ചെയ്ത് നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാം. ഇപ്പൊ 10 എന്ന് പറയുന്ന റോഡാണെങ്കിൽ 1, 2 ഫിംഗർ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് ഞാൻ ഫ്രണ്ടിലേക്ക് വയ്ക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 കൗണ്ടിങ് അങ്ങനെ പഠിപ്പിക്കാനായിട്ട് നമുക്ക് പറ്റും. ദെൻ അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ്, വലുതിൽ നിന്ന് ചെറുതിലേക്ക്, ചെറുതിൽ നിന്ന് വലുതിലേക്ക് എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഓഡ് നമ്പർ ഇവൻ നമ്പർ കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആ കളർ സെൻസ്, റെഡും ബ്ലൂവും ആ ഒരു കാര്യം പഠിപ്പിക്കാൻ പറ്റും. കളർ ഐഡന്റിഫൈ ചെയ്യാൻ, സെൻസ് ചെയ്യിക്കാനും നമുക്ക് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് പറ്റും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ, നിങ്ങളുടെ കയ്യില് റെക്കോർഡ് ഉള്ളവരൊന്ന് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ ഒരു ഇത് എടുക്കുമെന്ന്
റെക്കോർഡ് ഉണ്ടോ ആരെങ്കിലും കയ്യില്? പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉണ്ട്. അതിൽ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് എന്ന് പറയുന്ന ഹെഡിങ് കണ്ടോ നിങ്ങള്? മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് 4th ഏരിയ ആയിട്ട് വരും നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ്. എടുത്തു മാം. എടുത്തു. ഓക്കെ, അന്ന് ഞാനൊന്ന് എടുക്കട്ടെ കേട്ടോ. നമ്പർ റോഡ്സ്. ഓക്കെ, ഏത് ഭാഗത്താ വരണേന്നൊന്ന് പറഞ്ഞു തരുമോ? പേജ്. ഓക്കെ, ഏത് പാർട്ട്? മാത്തമാറ്റിക്കൽ ഏരിയയുടെ 4th പാർട്ട്. പേജ് എനിക്ക് 38-39 പേജ് ഒക്കെ വരും. 38-39 ഭാഗത്ത്. ഓക്കെ, മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമ്മൾ ആദ്യം വരുന്ന മെറ്റീരിയൽ ആണ് ലാർജ് നമ്പർ റോഡ്സ്. ഞാൻ ആ ഒരു കുട്ടിയുടെ ഇമേജ് കാണിച്ചു തന്നില്ലേ നിങ്ങൾക്ക്? ഒരു കുട്ടിയുടെ ഇമേജ് കാണിച്ചു തന്നില്ലേ? ഏതായിരുന്നത്? അത് ലാർജ് നമ്പർ റോഡ്സ് ആയിരുന്നേ. അത് ലാർജ് നമ്പർ റോഡ്സ് ആയിരുന്നു. അത് നമുക്ക് കുട്ടികൾക്ക് വർക്ക് ചെയ്യാനായിട്ട് ലാർജ് നമ്പർ റോഡ്സ് ഒക്കെയാണ് കൂടുതൽ എഫക്റ്റീവ്. പക്ഷേ നമ്മള് ടെക്നിക്കലി നമ്മൾ നോക്കുമ്പോൾ നമുക്കൊരു സിസ്റ്റത്തിൽ കാണിച്ചു തരാനുള്ളത് കൊണ്ട് നമ്മളുടെ കയ്യിലുള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആണ്. ഓക്കെ, ബ്ലൂവും റെഡും കോമ്പിനേഷനിൽ തന്നെയാണ് വരുന്നത്. കൗണ്ടിങ് ഈസ് ദ ബേസിക് ഓഫ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം മാത്സിന്റെ അല്ലെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ബേസ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടിങ് ആണ് അല്ലെ? കൗണ്ടിങ് അല്ലെ ബേസ്. നമുക്ക് കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി നമ്പർ ചാർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തു, ബീറ്റ്സ് പ്രിപ്പയർ ചെയ്തു. മാത്സിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? കൗണ്ടിങ് ആണ്. എവറി ഫീൽഡ് നീഡ് മാത്തമാറ്റിക്സ്. നമുക്കറിയാം ഏതൊരു ഫീൽഡിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്താണ്? മാത്സ് ആണ്. ബട്ട് ടു കൗണ്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് കൺസെപ്റ്റ് ഓഫ് യൂണിറ്റ്. നമുക്ക് ഈ ഒരു കൗണ്ടിങ് പഠിപ്പിക്കുക, യൂണിറ്റ്സ് പഠിപ്പിക്കുക. കുട്ടികൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. 1 2 3 4 എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവർക്ക് എഴുതി പഠിപ്പിക്കുകയാണെങ്കിൽ എന്താണ് 1 എന്താണ് 2 എന്ന് അറിയാൻ പറ്റുമോ? ഇല്ല. നമ്മളത് ഇപ്പൊ ഒരു ഇത് പറയുന്നു, ഇതുണ്ടോ? ഒരു 1 എന്ന് പറയുമ്പോൾ റെഡ് മാത്രമാണ്, റെഡും ബ്ലൂവും വരുമ്പോൾ 2. നമുക്കത് ഒരു കൺസെപ്റ്റ്, ആ യൂണിറ്റ് വഴി നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. In this apparatus, different rows with blue and reds are arranged. നമ്മൾ ഈ ഒരു apparatus മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ലാർജ് നമ്പേഴ്സ് ആൻഡ് സ്മോൾ നമ്പർ റോഡ്സിൽ വരുന്നത് മെയിൻ ആയിട്ട് എന്താണ്? ഈ ഒരു റെഡും ബ്ലൂവും കോമ്പിനേഷനിലാണ് വരുന്നത്. ഇത് സ്റ്റാർട്ട് വിത്ത് 1 സ്മോൾ റെഡ് റോഡ്. ഏറ്റവും ചെറിയ റെഡ് റോഡിനെയാണ് നമ്മൾ 1 എന്ന് പറയുന്ന യൂണിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്. ആൻഡ് വിച്ച് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ 1 ആഫ്റ്റർ ദാറ്റ് 1 റോഡ് വിത്ത് റെഡ് ആൻഡ് ബ്ലൂ ഇൻഡിക്കേറ്റ്സ്. പിന്നെ വരുമ്പോൾ രണ്ടാമത്തെ റോഡ് എന്ന് പറയുന്നത് റെഡും ബ്ലൂവിന്റെയും കൂടി കോമ്പിനേഷൻ ആണ്. നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് റെഡും ബ്ലൂവും. അപ്പൊ അത് എന്താണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 2 എന്ന് പറയുന്ന യൂണിറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇറ്റ് ഗോസ് ഓൺ. അങ്ങനെ 3 വരുന്നുണ്ട്, 4 വരുന്നുണ്ട്, 5, 6, 10 വരെ നമ്പർ റോഡ്സിൽ വരുന്നുണ്ട്. All the red part indicates odd numbers. എല്ലാ റെഡ് പാർട്സും എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? റെഡ് നമ്പേഴ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആൻഡ് ബ്ലൂ പാർട്സ്, നമ്മൾ ഈ പറഞ്ഞില്ലേ ബ്ലൂ പാർട്സ് കണ്ടോ? ലാസ്റ്റ് ബ്ലൂ വരുന്ന പാർട്സുകൾ, അത് എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? എന്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഈവൻ നമ്പർ. Blue part indicates even number. These are available in 2 sets. 2 രീതിയിൽ നമുക്ക് ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് സ്മോൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ഞാൻ ഇമേജ് നിങ്ങൾക്ക് ഷെയർ ചെയ്തിരിക്കുന്നത് ലാർജ് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആണ്. ഇനി ഇത് കുറച്ച് അട്രാക്റ്റീവ് ആണ്, കുട്ടികൾ കാണാനായിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഞാൻ ഈ പറയുന്നത്. കുറച്ച് അട്രാക്റ്റീവ് ആണ്, കളർ നല്ല അട്രാക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ആ കളറിന് കോമ്പിനേഷൻ തന്നെ മനസ്സിലാവും. റെഡ് ബ്ലൂവും ബേസിക് ആയിട്ടുള്ള കളറാണ്. അപ്പൊ കുട്ടികൾക്ക് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നും. ദെൻ ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ മറ്റൊരു നെയിം ആണ് റെഡ് ബ്ലൂ റോഡ്സ്. പറഞ്ഞേ, ഈ റോഡിൽ നമ്പർ റോഡ്സിന്റെ മറ്റൊരു നെയിം ആണ് റെഡ് ബ്ലൂ റോഡ് എന്നും കൂടി പറയും. നമുക്ക് കൺസെപ്റ്റ് ഓഫ് ഓഡ് നമ്പറും ഇവൻ നമ്പറും നമുക്ക് ഇതിൽ നിന്ന് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ലേണിംഗ് ആൻഡ് കൗണ്ടിങ് ദ നമ്പേഴ്സ്, അണ്ടർസ്റ്റാൻഡിങ് അസെൻഡിങ് ഓർഡർ ആൻഡ് ഡിസെൻഡിങ് ഓർഡർ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. കളർ സെൻസ്, നമുക്ക് ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് കേൾക്കുന്നുണ്ടോ? എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ മാം? ക്ലിയർ ഉണ്ട് മാം. ഓക്കെ ആണോ? ഓക്കെ ആണ് മാം, കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കേടാ, ഒന്ന് റേഞ്ച് ഉള്ളിടത്തേക്ക് മാറും. ഉണ്ണി മേരി
ഓക്കെ ഓക്കെ. അപ്പൊ കളർ സെൻസും അഡീഷൻ കപ്പാസിറ്റി നമുക്ക് ഇത് പഠിപ്പിക്കാൻ പറ്റും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഡീഷൻ കാര്യങ്ങൾ കാണിച്ചു തരാം കേട്ടോ. സ്റ്റഡിങ് ദ കൺസെപ്റ്റ് ഓഫ് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ കൺസെപ്റ്റ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, ഇത് ഏത് കൺസെപ്റ്റ് ആണ്? ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏതാണ്? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? ഏതാണിത്? ഹൊറിസോണ്ടൽ ആണോ? പാരലൽ ലൈൻ പോലെയാണോ ഇത് പോകുന്നത്? ഹൊറിസോണ്ടൽ ആണോ വെർട്ടിക്കൽ ആണോ? ഹൊറിസോണ്ടൽ നിങ്ങൾ കാണുന്നതിന്റെയാണോ? നിങ്ങൾ എങ്ങനെ ക്യാമറ കാണുന്നത്? ഡൗൺ ആയിട്ടാണ് കാണുന്നത്. ഇത് ഹൊറിസോണ്ടൽ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ നേരെ പോവുകയാണ്, പാരലൽ ലൈൻ പോലെ പോവുകയാണ് ഹൊറിസോണ്ടൽ. ദെൻ വെർട്ടിക്കൽ എന്ന് പറയുമ്പോൾ ഇതേപോലെ ആയിരിക്കും, നേരെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് നിങ്ങൾ കാണുന്നല്ലേ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ കൺസെപ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. കാരണം ക്യാമറയുടെ ആ ഒരു എഫക്ട് കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല, കാണുന്നില്ല. ആ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് ഇവിടെ. മാം അത് ബിഗ് സ്ക്രീനിൽ ഷെയർ ചെയ്യോ? കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, നിങ്ങളുടെ എന്നെ പിൻ ചെയ്ത് വെക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ എന്റെ മാത്രം ഇതെടുത്തിടാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലാരിറ്റിയിൽ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. കേൾക്കാനുള്ള പ്രശ്നമൊക്കെ മാറിയോ? ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് മനസ്സിലായോ? ഓക്കെ, ഇത് വെച്ച് നമുക്ക് അഡീഷൻ ചെയ്ത് നോക്കിയാലോ? ആഡ് ചെയ്യുന്നത്. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? പറഞ്ഞോടാ. ഇപ്പൊ നമ്മളിപ്പോ വെച്ചേക്കുന്നത് ഇങ്ങനെ കാർഡ് വെച്ചേക്കുന്നത് ഹൊറിസോണ്ടൽ അല്ലേ? ഇപ്പൊ നമ്മള് മറ്റേ നേരത്തെ പിക്ചറിലെ ഇടയിൽ വെച്ചിട്ട് ഇപ്പൊ വണ്ണെന്ന് വെക്കുമ്പോ നമ്മൾ നേരെ കാണുന്നത് കുറെ റെഡ് ക്യൂബ്സ് ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനെ കാണുമ്പോ പിള്ളേര് അങ്ങനെ ആഡ് ചെയ്യില്ലേ? അതായത് വണ്ണെന്ന് വെക്കുമ്പോ വണ്ണിന്റെ നേരെ കുറെ വരുന്നുണ്ടല്ലോ, മനസ്സിലായോ? എടാ, ഇപ്പൊ നമ്പർ കാർഡ്സ് ആണോ കാർഡുകളാണോ ഉദ്ദേശിച്ചത്? കാർഡ് ആ നമ്പർ വെക്കണത് ഇപ്പൊ നമ്മള് ഹൊറിസോണ്ടൽ സൈഡിലല്ലേ വെച്ചത്. അപ്പൊ സൈഡ് വെക്കുമ്പോ നേരെ കാണുമ്പോ വണ്ണിന്റെ നേരെ ആണെങ്കിലും പക്ഷെ വണ്ണിൽ കുറെ റെഡ് ക്യൂബ്സ് ഉണ്ടല്ലോ. അപ്പൊ കാണുമ്പോ അങ്ങനെ കൗണ്ട് ചെയ്ത് പോവോ? 1 2 3 അങ്ങനെ കൗണ്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഇല്ല? ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ കാർഡ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിപ്പോ നമ്മളിങ്ങനെ വെക്കുമ്പോന്ന് വെച്ചാൽ ഇവിടെ വെക്കണം വണ്ണെന്നുള്ളത്, അല്ലെങ്കിൽ ബാക്കില്. അങ്ങനെ അത് വെച്ച് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടോ, അത് ഇവിടെ നിന്ന് ക്യാമറ ആണെങ്കിൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരുന്നു. ക്യാമറ എടുക്കാത്ത കേട്ടോ, ഞാൻ എങ്ങാനും നെറ്റ് ഇഷ്യൂ ക്യാമറയ്ക്ക് എങ്ങനെ പറ്റുമെന്നുള്ള പേരുണ്ട്. ഇപ്പൊ നിങ്ങള് നമ്പർ റോഡ്സ് എങ്ങനെ കാണുന്നത്? വെർട്ടിക്കൽ ആണോ ഹൊറിസോണ്ടൽ ആണോ? വെർട്ടിക്കൽ ആണ് കാണുന്നത്. അപ്പൊ നേരത്തെ കണ്ടത് ഹൊറിസോണ്ടൽ അല്ലേ? നേരത്തെ ആയിരുന്നു മാം ഹൊറിസോണ്ടൽ, ഇപ്പൊ വെർട്ടിക്കൽ ആയിട്ടാ തോന്നുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കൺസെപ്റ്റ് പഠിക്കാൻ പറ്റും. ഈ നമ്മൾ ഈ കാണുന്ന കാർഡ്സ് ഉണ്ടല്ലോ, ശരിക്കും ഈ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ കാർഡ്സ് അല്ല. ഞാൻ നോക്കിയപ്പോ നമ്മുടെ ആ ബോക്സിൽ കാണുന്നുണ്ടായിരുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട്, അതിലത്തെ കാർഡ്സുകളാണ് എടുത്തിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് ഇവിടെ ഫിറ്റ് ആവാത്തത്, കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ട് ഇരിക്കാത്തത്. ഇത് വേറൊരു മെറ്റീരിയലിന്റെ കാർഡാണ്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇതിന്റെ ഫിറ്റ് ആയിട്ടുള്ള കാർഡ് ഇതല്ല. ഞാൻ നിങ്ങൾക്ക് പിന്നെ ആ ഒരു കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് പറഞ്ഞു തരുമ്പോ, സോറി, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് പറയുമ്പോൾ അത് ക്ലിയർ ആയിട്ട് പറയണമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അതിന്റെ കാർഡ്സ് എടുത്തത്. ഓക്കെ, ഈ നമ്പർ റോഡ്സ് എന്താണ്? അങ്ങനെയല്ല, മാം ഇപ്പൊ വെച്ചിട്ടില്ല 10 നമ്പേഴ്സിൽ വണ്ണ് വെച്ചിട്ട് വണ്ണ് വെക്കുന്നത് 10 നമ്പർ വരുന്നിടത്തല്ല വണ്ണിന്റെ കാർഡ് 10 നമ്പർ വരുന്ന ക്യൂബ് വരുന്നിടത്തല്ല പിന്നെ വണ്ണിന്റെ കാർഡ് വെക്കുന്നത്. മനസ്സിലായില്ല. അല്ല 1 ക്യൂബിന് മുകളിൽ ഉണ്ട്, നെക്സ്റ്റ് സെക്കൻഡ് ക്യൂബിന് മുകളിൽ സെക്കൻഡ് വെക്കുന്നതല്ലോ. ഞാൻ അങ്ങനെ വെക്കുന്നത് നോക്ക്, നിങ്ങൾ ഒന്നും കൂടി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ 1 എന്നുള്ളത് 1 എന്ന് പറയുന്ന ക്യൂബിന് നേരെയാണ് വെക്കുന്നത്. ഇങ്ങനെ വെക്കുമ്പോൾ ചിലപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇത് 2 എന്ന് പറയുന്ന ക്യൂബിന് നേരെയാണ് ഇത് വരുന്നത്. 3 എന്ന് പറയുന്ന ക്യൂബിന് നേരെയായിട്ടാണ്, റോഡിന് നേരെയായിട്ടാണ് ഇത് വരുന്നത് കേട്ടോ. അതിന്റെ സ്പേസ് കുറച്ച് വലുതാന്ന് ഞാൻ പറഞ്ഞില്ലേ. 4 എന്ന് പറയുന്ന ക്യൂബിന് നേരെ റോഡിന് നേരെയാണ്
4 വരുന്നത്. ജസ്റ്റ് ഇതിന്റെ സ്പേസ് ഇത്തിരി വലുത് ഇതായതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് കേട്ടോ. 4 then 5 അത് ഈ 5 then 6 7 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. നിങ്ങൾ നോക്ക്, ഓഡ് നമ്പർ അല്ലേ 7. 7ന്റെ നേരെയല്ലേ ഈ 7 വന്നിരിക്കുന്നത് അല്ലെ ഓഡ് നമ്പർ. 8 എന്ന് പറയുന്നത് ഇവൻ നമ്പർ ആണ്. സോ ഇവൻ നമ്പർ നേരെയല്ലേ ഇത് വന്നിരിക്കുന്നത്. then 9 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. ഇത് വന്നു കണ്ടോ. ചെറിയ നമ്പർ റോഡ്സ് ആണ് ഇതിന്റെ ശരിക്കും, പക്ഷെ അത് നമ്മുടെ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന് കാണുന്നുള്ളൂ, കളേഴ്സ് കാണുന്നില്ല. എന്താണ് കാർഡ് മാത്രമേ കാണുന്നുള്ളൂ, കളേഴ്സ് വെച്ചത് ക്ലിയർ അല്ല, കാണുന്നില്ല. ക്ലിയർ അല്ല എന്നാണോ പ്രശ്നം? ഇപ്പോഴോ? ക്ലിയർ ആണ്, കാർഡ് മാത്രമേ കാണുന്നുണ്ട്. അത് സിസ്റ്റത്തില് അല്ലെങ്കിൽ ഫോണില് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഫ്രണ്ട്സിന്റെ ഒക്കെ ഇമേജ് വരുമ്പോൾ ചിലപ്പോൾ ചെറുതായിട്ടായിരിക്കും കാണുന്നത്, അതുകൊണ്ടാണ്. ഇത് ഓക്കെ ആണോ? നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ഓക്കെ ആണോ? നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിലെ ഫസ്റ്റ് മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ ഓക്കെ ഞാനിതൊന്ന് മാറ്റാണ്. ഇനി അടുത്ത കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഇല്ലേ, അതൊന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യോ? എന്താണ്? വേറെ ഒരു പേരും കൂടി ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതൊന്നും കൂടി റിപ്പീറ്റ്. റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ് പറഞ്ഞേ. റെഡ് ആൻഡ് ബ്ലൂ റോഡ്സ്. ഓക്കെ മാം. ഓക്കെ, പിന്നെ അഡീഷൻ കാണിക്കണ്ടേ? നമ്പർ റോഡ്സ് വെച്ചിട്ട് അഡീഷൻ പഠിക്കണ്ടേ നമുക്ക്? ഓക്കെ, ഇപ്പൊ 10 വരെയുള്ള ഒരു അഡീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഞാൻ എടുത്ത് നിങ്ങൾക്കത് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. അഡീഷൻ കേട്ടോ. നമുക്ക് 4 + 4 9 + 3 ചെയ്യട്ടെ. ഞാൻ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് 9 + 3. ഇത് വെച്ചിരിക്കണ കേട്ടോ. 9 + 3 ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 9 എന്ന് പറയുന്ന റോഡ് എടുത്ത് വെച്ചു. ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5 6 7 8 9. ഓക്കെ, 9 എന്ന് പറയുന്ന റോഡ് ഓക്കെ ആണ് അല്ലെ? ദെൻ നമ്മളിവിടെ പ്ലസ് എന്ന് പറയുന്ന ഒരു ചിഹ്നം എഴുതാം. ഞാനത് എഴുതിയിട്ടില്ല, പ്ലസ് ഇല്ല. സോ അതിന് പകരമായിട്ട് ഞാൻ 9 + 3 എന്നുള്ള 3 എന്ന് പറയുന്ന റോഡ് എടുത്ത് വെച്ചു, പ്ലേസ് ചെയ്തു. ഓക്കെ, 1 2 3 9 + 3 ഓക്കെ ആണല്ലോ. ഇനി ഞാൻ ടോട്ടലി കൗണ്ട് ചെയ്ത് നോക്കും. കുട്ടികളോട് പറയും ഇങ്ങനെ 9 എന്ന് പറയുന്ന റോഡ് എടുത്ത് പ്ലേസ് ചെയ്യാനും 3 എന്ന് പറയുന്ന റോഡ് എടുത്ത് പ്ലേസ് ചെയ്യാനും, പിന്നെ അവരോട് കൗണ്ട് ചെയ്യാൻ പറയും. കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറയും. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് കൗണ്ട് ചെയ്യാൻ പോവാണ്. 1 2 3 4 5 6 7 8 9 10 11 12. 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, 9 + 3 എത്രയാണ്? 12 അല്ലേ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. മാം, ഞാനൊരു ഡൗട്ട് ചോദിച്ചോ? പറഞ്ഞോടോ. നമ്മളിപ്പോ 12 9 + 3 12 വന്നു. പക്ഷെ 12 അവസാനിച്ചത് റെഡിലല്ലേ? അപ്പൊ അത് ഓഡ് നമ്പർ എന്നുള്ള ഒരു ഇതിലേക്ക് വരില്ലേ? ഞാൻ നോക്കി. അതായത് അഡീഷന്റെ കാര്യത്തിൽ അത് നോക്കണ്ട കേട്ടോ. നമ്മൾ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സിന്റെ കാര്യത്തിൽ മാത്രം നമ്പർ റോഡ്സിൽ നോക്കിയാൽ മതി. അഡീഷൻ ചെയ്യുമ്പോൾ അത് നോക്കണ്ട കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഒരു 2 + 3 ഒന്നുകൂടി ചെയ്ത് നോക്കാം. 2 + 3 കേട്ടോ. 2 + 3 നോക്കിക്കോ. നമുക്ക് കൗണ്ട് ചെയ്തേ. 1 2 3 4 5 ആഡ് ചെയ്ത് നോക്കിക്കോ. 1 2 3 4 5 കൗണ്ട് ചെയ്തപ്പോ നമുക്ക് എന്തായിട്ട് 5 എന്ന് പറയുന്ന ആൻസർ ആയിട്ട് 2 + 3 എത്രയാണ്? 5 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് മനസ്സിലായല്ലോ. ഞാൻ അടുത്ത മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്നാണ് നെക്സ്റ്റ് മെറ്റീരിയലിന്റെ പേര് കേട്ടോ. നെക്സ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയലിന്റെ പേര് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ആണ്. നോക്കാം, 1 മിനിറ്റ്.
ഈ കൗണ്ടിങ് പഠിപ്പിക്കാൻ യൂസ് ചെയ്യുന്ന മറ്റൊരു മെറ്റീരിയൽ ആണ് ഇത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ ഇമേജസ് എനിക്ക് ഉണ്ടോന്ന് എനിക്കറിയില്ല നിങ്ങളുടെ കയ്യില്. ഒരു എഴുതിയത് കിട്ടിയ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്? ഓക്കെ, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് ഞാനത് പ്രസന്റ് ചെയ്യാം. ഞാൻ അറേഞ്ച് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യാം. സുജിത ന്യൂട്രോൺ ആടാ. സുജിത ഈ കാർഡ്സ് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാർഡ്സ് എടുത്തത് നമ്മുടെ നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് കാണിക്കാൻ വേണ്ടി എടുത്ത കാർഡ്സ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിലെ കാർഡ്സ് എന്ന് പറഞ്ഞു. ദെൻ നിങ്ങൾ ഈ കാണുന്നതാണ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. കണ്ടോ, ഇത് കൗണ്ടേഴ്സ് ആണ്. നോക്കി ഇരിക്കുന്നുണ്ടോ, കൗണ്ടർ ആണ് കേട്ടോ. പിന്നെ നമ്മൾ പറയുന്ന പേരാണ് കൗണ്ടർ. ഡിഫറെന്റ് കാർഡ്സ് ആൻഡ് സർക്കിൾ ഷേപ്സ് കൗണ്ടേഴ്സ് ആർ. ഏകദേശം സർക്കിൾ ഷേപ്സ് അതിന്റെ ബെൽ ഷേപ്പ് ആണ് കൗണ്ടേഴ്സ് വരുന്നത് കേട്ടോ. നമ്മുടെ ഉള്ള ബെൽ ഷേപ്പ് ആണ് കുട്ടികളിൽ ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. കണ്ടോ, ഈ കൗണ്ടർ ഹോൾഡ് ചെയ്യുന്നുണ്ടോ? ഒരു നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്, നമ്മൾ പെന്നൊക്കെ ഹോൾഡ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ കൗണ്ടർ നമ്മൾ ഹോൾഡ് ചെയ്യുന്നത്. കണ്ടോ? സോ കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്. ഇവിടെ 1 എന്നുള്ളിടത്ത് 1 എന്നുള്ള കൗണ്ടർ വയ്ക്കുന്നു. 1 ആ ഒരു കൺസെപ്റ്റ് ആണ്. ദെൻ 2 എന്നുള്ള സ്ഥലത്ത് 1 2 1 2 3 1 2 3 4 5 6 7. സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റി. മാം കൗണ്ട് എന്താണ്? ആയില്ല മാം, നിമ്മ പറഞ്ഞു. ആക്ച്വലി കൗണ്ട് കണ്ടിന്യൂസ് കൗണ്ട് ചെയ്യുന്നുണ്ട് നിമ്മ. ഞാൻ വേഗം ഡീവിയേറ്റ് ആയി പോയതാണ്. 1 2 3 4 1 2 3 4 വരെ വെച്ചിട്ടുണ്ട്. 5 then 1 2 3 4 5 6 then 1 2 3 4 5 6 7. Okay. 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 9. Okay. Then 1 2 3 4 5 6 7 8 9. Last 10. The place like keyboard ഉള്ളതുകൊണ്ട്
അങ്ങനെ വീഴണേട്ടോ. ഓക്കെ, മനസ്സിലായോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്? മാം ഒരു ഡൗട്ട്, മാറ്റിൽ തന്നെ ചെയ്യണം മാം? അത് മാറ്റ് ഒന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് മാറ്റ് ഇപ്പൊ മാറ്റ് ഇട്ടിട്ട് ചെയ്യുന്നെന്ന് പറഞ്ഞില്ല, അപ്പൊ മാറ്റ് കമ്പൽസറിയോ? അതെ, കമ്പൽസറി ആണ്. ഞാൻ മാറ്റിന് പകരം നമുക്ക് ടേബിളിൽ ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്ലോത്ത് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്നത് ക്ലോത്ത് ആണ്, മോണ്ടിസോറിന്റെ തന്നെ മെറ്റീരിയൽ ആണ്. അല്ലാത്ത ടൈമിൽ നമ്മൾ ഡെസ്ക് സാധാരണ കീബോർഡ്സും കാര്യങ്ങളാണ് ഇവിടെ പ്ലേസ് ചെയ്യാറ്. ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോത്ത് ആണ്. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് നോർമൽ മാറ്റ് ആണ്. അപ്പൊ ആ മാറ്റ് ഞാൻ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് ആണ്, അപ്പൊ അത് ഇടാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ എനിക്ക് കംഫർട്ടബിൾ ആണെന്ന് തോന്നിയതുകൊണ്ട് ഈ ഒരു ക്ലോത്ത് ഇട്ടിരിക്കുന്നത്. മാറ്റ് ഇതിൽ പ്ലേസ് നമ്മൾ ടേബിളിൽ പ്ലേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, മനസ്സിലാക്കി കണ്ട് ക്ലിയർ ആയിട്ട് മനസ്സിലായോ? കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സിന്റെ കാര്യം പറയാം. ഇൻ ദിസ് ഡിഫറെന്റ് കാർഡ്സ് ആൻഡ് സർക്കിൾ ഷേപ്പ് കൗണ്ടേഴ്സ് ആർ ദെയർ. ഇൻ കാർഡ്സ് numericals are written in the numbers. നമുക്ക് കാർഡ്സിൽ ന്യൂമറിക്കൽസ് എന്ത് ചെയ്തിട്ടുണ്ട്, കാർഡ്സിൽ റിട്ടേൺ ചെയ്തിട്ടുണ്ട്. 1 2 3 എന്നൊക്കെയുള്ള റിട്ടേൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എങ്ങനെ കാണുന്നതെന്ന് അറിയില്ല, ക്യാമറയിൽ ഫിക്സ് ആണ് എനിക്ക് തോന്നുന്നത്. റിട്ടേൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അട്രാക്റ്റീവ് ആണ്, ഇൻട്രസ്റ്റിംഗ് ആണ്, യൂസർ ഫ്രണ്ട്ലി ആണ്, ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യും, കൗണ്ടിങ് സ്കിൽ ഇംപ്രൂവ് ചെയ്യും. പിന്നെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് ഓഡ് നമ്പർ ആൻഡ് ഇവൻ നമ്പർ കൺസെപ്റ്റ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ മനസ്സിലാക്കും. സ്റ്റഡിയിങ് അബൌട്ട് ഡിഫറെന്റ് ടെക്നിക്സ് ക്യാൻ ബി അഡോപ്റ്റ് ഫോർ ഡൂയിങ് അരിത്തമാറ്റിക് ഓപ്പറേഷൻ. നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ അഡീഷനും സബ്ട്രാക്ഷനും കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഐ ഹാൻഡ് കോർഡിനേഷൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. ഹൈ ഹാൻഡ് കോർഡിനേഷൻ വളരെ വേണ്ട ഒരു മെറ്റീരിയൽ ആണ്. ദെൻ ഹാൻഡ് ആൻഡ് ബ്രെയിൻ കോർഡിനേഷൻ, ഐ ഹാൻഡ് ബ്രെയിൻ കോർഡിനേഷൻ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട ഒരു മെറ്റീരിയൽ ആണ് ഏത് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് എന്ന് പറയുന്നത്. ഫൈൻ മോട്ടോർ സ്കിൽസ് ഇംപ്രൂവ് ചെയ്യും. കുട്ടികളുടെ ഫൈൻ മോട്ടോർ സ്കിൽസും ഈ ഒരു മെറ്റീരിയൽസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നതിലൂടെ ഇംപ്രൂവ് ആവും. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് ആയോ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്? നിങ്ങൾ വരുമ്പോൾ ഇത് വെച്ചിട്ട് അഡീഷണൽ കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പൊ ഈ കാർഡ്സ് എടുക്കുക, അതേപോലെ കൗണ്ടർ എടുക്കുക, ദെൻ 4 എടുക്കുക, കാർഡ്സും കൗണ്ടേഴ്സും ദെൻ ആഡ് ചെയ്യുക, നമുക്ക് അതിന്റെ പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, നിങ്ങൾ വരുമ്പോൾ ചെയ്യണം കേട്ടോ. ഞാൻ അടുത്ത മെറ്റീരിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1 മിനിറ്റ് ഒന്ന് റീപ്ലേസ് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽസ് ജോമെട്രിക്കൽ സോളിഡ്സ് ആണ്. ജോമെട്രിക്കൽ സോളിഡ്സ്, വാട്ട് മാം? ജോമെട്രിക്കൽ സോളിഡ്സ്. ക്ലിയർ ആയോ? ജോമെട്രിക്കൽ സോളിഡ്സ് പ്രസന്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ ഒരു ചാർട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. സോളിഡ്സ്, ജോമെട്രിക്കൽ സോളിഡ്സിന്റെ ചാർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണേ. കാണിച്ചു തരാം. മിനിറ്റ്. ഓക്കെ, ഓക്കേടാ. അപ്പൊ 18ാമത്തെ
മാം ഇത് മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്നതാണോ ജോമെട്രിക്കൽ സോളിഡ്സ്? സെൻസോറിയൽ ഏരിയയിലും വരും, മാത്തമാറ്റിക്കൽ ഏരിയയിൽ ഷേപ്സ് നമ്മൾ പഠിപ്പിക്കില്ലേ, അപ്പൊ ഈ ഒരു മെറ്റീരിയൽ വരും. ഇപ്പൊ നമുക്ക് ഷേപ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് സിലിണ്ടർ, കോൺ, നിങ്ങൾക്കത് ചെറുപ്പത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ആ ഒരു ഷേപ്സിന്റെ ആ ഒരു ഏരിയയിൽ വരുമ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. അതേപോലെ പിങ്ക് ടവർ നമുക്ക് വേണമെങ്കിൽ മാത്തമാറ്റിക്കൽ ഏരിയയിൽ നമുക്ക് പ്രസന്റ് ചെയ്യാവുന്ന ഒരു മെറ്റീരിയൽ ആണ്. കാരണം ആ ഒരു കൗണ്ടിങ് കാര്യങ്ങൾ കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പിങ്ക് ടവർ 10 ക്യൂബ്സ് ആണെന്ന് അറിയാലോ. അപ്പൊ നമുക്ക് ആ ക്യൂബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് പഠിപ്പിക്കാൻ. ഓക്കെ, കാണുന്നില്ല. വീഡിയോ നോക്ക് കേട്ടോ, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോന്ന്? ഓക്കെ, ഞാൻ കുറച്ച് മെറ്റീരിയൽസ് ഓരോന്നായിട്ട് ഞാൻ പ്രസന്റ് ചെയ്യാം കേട്ടോ. ഇത് ഞമ്മ വരച്ചെങ്കിൽ മതിയല്ല മാം ചാർട്ടില്? ചാർട്ടിൽ വരച്ചാൽ മതി, ചാർട്ടിൽ വരച്ചാൽ മതി. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെറ്റീരിയൽസിന്റെ കളർ പറയുകയാണെങ്കിൽ ഞാനത് ഫ്രണ്ടിലേക്ക് എടുത്ത് വെക്കാം. അറിയാവുന്ന മെറ്റീരിയൽസ് ഏതൊക്കെ അറിയാവുന്ന? പിരമിഡ്, പിരമിഡ് വേണ്ട, പിരമിഡിന്റെ പറയണ്ട. സിലിണ്ടർ അറിയോ? സിലിണ്ടർ, റെക്ടാങ്കിൾ, ഓവൽ, കോൺ, ഓവൽ, ട്രയാങ്കിൾ. ഓക്കെ, ഞാൻ പറയാം കേട്ടോ. ഇതെന്താണ്? സിലിണ്ടർ ആണ്, 2 സൈഡ്സ് സർക്കിൾ ഷേപ്സ്. ഇതെന്താണ്? സിലിണ്ടർ എന്ന് പറയുന്നതാണ്. ദെൻ ഇത് എന്താണ്? ക്യൂബ് അല്ലേ? 4 സൈഡ്സും എങ്ങനെയാണ്? സ്ക്വയർ വന്നുകൊണ്ട് ഇത് ക്യൂബ് ആണ്. ഇത് രണ്ടും നിങ്ങൾക്ക് അറിയാലോ, കോമൺലി അറിയുന്നതാണ്. ഓക്കെ, ഈ ഒരു മെറ്റീരിയൽ അറിയോ? കോൺ. നമ്മള് കോൺ സൈഡിലേക്ക് വെക്കും, കാണുന്നില്ല അത്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ട് ഇപ്പോ? കോൺ. ഓക്കെ, ഈ മെറ്റീരിയൽ കോൺ ആണ്. ഇത് സിലിണ്ടർ, ഇത് കോൺ ആൻഡ് ഇത് സ്പിയർ. മൂന്നും ക്ലിയർ ആയല്ലോ? ഓക്കെ, ഞാനത് റീപ്ലേസ് ചെയ്യാണ്. മൂന്നും നമുക്ക് നിങ്ങൾ ചെറുപ്പം മുതലേ കണ്ടിട്ടൊക്കെ ഉള്ളതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈ 2 മെറ്റീരിയൽ നോക്കാം കേട്ടോ. ഇത് 2 സൈഡ്സ് റെക്ടാങ്കിൾ ആണ്, സോറി സ്ക്വയർ ആണ്. കണ്ടോ, 2 സൈഡ്സ് എന്താണ്? സ്ക്വയർ ആണ്. ബാക്കി 4 സൈഡ്സും റെക്ടാങ്കിൾ ആണ്. ഇതിന്റെ പേര് എന്താണെന്ന് അറിയാവോ? ക്യൂബോയിഡ്. അല്ല, ഇതാണ് റെക്ടാങ്കുലാർ പ്രിസം. എന്താണ്? റെക്ടാങ്കുലാർ പ്രിസം. ഓക്കെ അല്ലേ? റെക്ടാങ്കുലാർ പ്രിസം. ഓക്കെ, ഇതിന്റെ ബേസ് നോക്കി, ഇത് നോക്കി, സൈഡ് നോക്കി. കണ്ടോ, ഇതിന്റെ സൈഡ് എങ്ങനെയാണ്? ട്രയാങ്കിൾ ആണ്. അപ്പോ ഇതിനെ പറയുന്ന പേര് എന്താണ്? ട്രയാങ്കുലാർ പ്രിസം എന്നാണ് പറയുന്നത്. ഇതിനെ പറയുന്ന പേര് എന്താണ്? ട്രയാങ്കുലാർ പ്രിസം. ഓക്കെ, അതില് പ്രിസം മാം, പ്രിസം പ്രിസം, PRISM, പ്രിസം. ഓക്കെ ആണോ? റെക്ടാങ്കുലർ പ്രിസം ആൻഡ് ട്രയാങ്കുലർ പ്രിസം. ഓക്കെ അല്ലേ? ഇതിന്റെ പേര് ഞാൻ ലിസ്റ്റ് അയക്കാം കേട്ടോ നിങ്ങൾക്ക്. നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ട്രയാങ്കുലർ പ്രിസം, റെക്ടാങ്കുലർ പ്രിസം, അതിന്റെ ഇമേജസ് നോക്കിയിട്ട് വേണം ചാർട്ടിൽ വരയ്ക്കാനായിട്ട്. ഓക്കെ, ഓക്കെ, അപ്പൊ റെക്ടാങ്കുലർ പ്രിസം, ട്രയാങ്കുലർ പ്രിസം ക്ലിയർ ആണല്ലോ? ഞാനത് മാറ്റാണ്. ദെൻ ഞാൻ 3 മെറ്റീരിയൽസ് കാണിച്ചത്. ഇതില് നിങ്ങൾക്ക് അറിയാവുന്ന മെറ്റീരിയൽ ഒരെണ്ണമുണ്ട്, പറഞ്ഞോ. ഓവൽ, സ്ഫിയർ കാണുന്നുണ്ടോ? ഒന്ന് റൗണ്ട് അല്ലേ? സ്ഫിയർ ഏതാണ്? ഏത് കളറാണ്? റെഡ്. അപ്പൊ ഇത് ക്ലിയർ ആയിട്ട് അറിയാലോ. ഇതാണ് സ്ഫിയർ. സർക്കിൾ അല്ല, ഇല്ല മാം, ആക്ച്വലി അങ്ങോട്ടുണ്ട്. ഇപ്പൊ ഓക്കെ. ഓക്കെ, ഇത് സ്ഫിയർ. ഓക്കെ, ഇത് സ്ഫിയർ ആണ്. സോ സ്ഫിയർ എന്നുള്ള ഷേപ്സ് നിങ്ങൾക്ക് അറിയാം. ഇത് രണ്ടും തമ്മിൽ നോക്കി ശ്രദ്ധിക്കുക, ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ നോക്കട്ടോ. ഇതിൽ ഏതാണ് ഒവോയിഡ്, ഏതാണ് എലിപ്സോയിഡ്? ഇതിന്റെ പേരാണ് ഒവോയിഡും എലിപ്സോയിഡ് എന്നാണ് ഇതിന്റെ പേര് വന്നത്. എലിപ്സ് ബ്ലൂ എന്ന് തോന്നുന്നു. ബ്ലൂ ബ്ലൂ അല്ല. എലിപ്സോയിഡിന്റെ പ്രത്യേകത വെച്ചാൽ 2 സൈഡും എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇതിനെ കൂർത്ത് വന്നിട്ടുണ്ടാവും. എലിപ്സോയിഡില്
ടു സൈഡ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനൊരു ഇത് വന്നിട്ടുണ്ടാവും. നമ്മൾ എന്താ പറയാ, എലിപ്സോയിഡ് എന്ന് പറയുന്നത് ഈ ഒരു ഷേപ്സ് ആണ്. ദെൻ ഈ ഒരു ഷേപ്സ് ഒവോയിഡ് ആണ്. എന്താണ് ഷേപ്സിന്റെ പേര്? ഒവോയിഡ്. ഒവോയിഡിന് വെച്ചാൽ ഒരു സൈഡിലേക്ക് മാത്രം എന്ത് വന്നിട്ടുണ്ടാവുള്ളൂ, ഈ ഒരു ഇങ്ങനെ ഒരു കൂർത്ത് വന്നിട്ടുണ്ടാവുള്ളൂ. നമ്മൾ എഗ്ഗിന്റെ ഒക്കെ ഷേപ്സ് അല്ലേ ഇതിന്? എഗ്ഗിന്റെ ഷേപ്പോ മാം? എഗ്ഗിന്റെ ഷേപ്പ് അല്ലേ. അപ്പൊ ഇത് ഒവോയിഡ് ആൻഡ് ഇത് എന്താണ്, എലിപ്സോയിഡ് ആണ്. നമുക്ക് നിങ്ങളൊന്ന് നോക്കണം കേട്ടോ, നന്നായിട്ടൊന്ന് നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളത് ഏതാ ഷേപ്സ് എന്നുള്ളത് കേട്ടോ. അല്ല മാം, ഏകദേശം രണ്ടും എഗ് സൈസില്, രണ്ട് എഗ് അങ്ങനെ ഉണ്ടാവും. നോർമലി നിങ്ങൾ ഇത് കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവാത്തത്. നേരിട്ട് കാണുമ്പോൾ കുറച്ച് നല്ല ഡിഫറൻസ് ഉണ്ട് അതിന്. എലിപ്സോയിഡിനും ഒവോയിഡിനും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. ഡിഫറൻസ് മനസ്സിലാവുന്നു മാം. ആ ഡിഫറൻസ് സ്പെല്ലിംഗ് ഒന്ന് പറയോ എലിപ്സോയിഡിന്റെ ഓവോയിഡിന്റെ? എല്ലാത്തിന്റെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. എല്ലാത്തിന്റെ സ്പെല്ലിംഗ് ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. ഓക്കെ, ഞാനേ കീബോർഡ് എടുത്ത് മാറ്റി വെച്ചിരിക്കാടാ. അപ്പൊ അതുകൊണ്ട് ടൈപ്പ് ചെയ്യാനായിട്ട് ഇപ്പൊ പറ്റേ. ഈ രണ്ട് മെറ്റീരിയൽ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് എലിപ്സോയിഡും ഒവോയിഡും കണ്ടു അല്ലെ? ഓക്കെ, ഇനി നമ്മൾ രണ്ട് മെറ്റീരിയൽ, ഇനി അടുത്ത രണ്ട് മെറ്റീരിയൽ കാണാൻ പോകുന്നത്. ഇതിനെന്താ നമ്മൾ പറയാറ് സാധാരണ? പിരമിഡ്. ഓക്കെ, പിരമിഡ് ആണ്. പക്ഷെ ഇത്തിരി ഡിഫറൻസ് ഉണ്ട്. അതിന്റെ ബേസ് നോക്കിയിട്ട് നമ്മൾ അതിന് പേര് വേറെ പറയണം. ഇതിന്റെ ബേസ് എന്താണ്? ഓക്കെ, സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ് ഇത്. ഇതിന്റെ ബേസ് എന്താണ്? ട്രയാങ്കുലാർ ബേസ്ഡ് പിരമിഡ് ആണ് ഇത്. ട്രയാങ്കുലാർ ബേസ്ഡ് പിരമിഡിൽ ഫുൾ സൈഡ്സും എങ്ങനെയായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. കണ്ടോ, ട്രയാങ്കിൾ ആണ്. 3 സൈഡ്സ് ഉണ്ടോ? എല്ലാ സൈഡ്സും എങ്ങനെയാണ്? 3 സൈഡ്സ് ആണ്. ദെൻ ബേസും എങ്ങനെയായിരിക്കും? ട്രയാങ്കിൾ ആയിരിക്കും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, കണ്ടോ? ഇത് ബേസ് അടക്കം എന്താണ്? ട്രയാങ്കിൾ ആയിരിക്കും. ഇതാണ് ട്രയാങ്കുലാർ ബേസ്ഡ് പിരമിഡ്. ഓക്കെ, ട്രയാങ്കുലാർ ബേസ്ഡ് പിരമിഡ്. ദെൻ ഇത് 4 സൈഡ്സ് എങ്ങനെയാണ്? 4 സൈഡ്സ് ട്രയാങ്കിൾ ആണ്. ഇത് ട്രയാങ്കിൾ ആണ്. ദെൻ ഈ ഒരു സൈഡ് ട്രയാങ്കിൾ ആണ്. ദെൻ ഈ ഒരു സൈഡ് ട്രയാങ്കിൾ ആണ്. ഇത് ട്രയാങ്കിൾ ആണ്. ബട്ട് ബേസ് വന്നിരിക്കുന്നത് എന്താണ്? സ്ക്വയർ ആണ്. കണ്ടോ, സ്ക്വയർ ആണ് ബേസ് വന്നിരിക്കുന്നത്. സോ ഇതിന് പറയുന്ന പേരാണ് സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. സ്ക്വയർ ബേസ്ഡ് പിരമിഡ്. ഓക്കെ, ഇത് സ്ക്വയർ ബേസ്ഡ് പിരമിഡ് ആണ്. ദെൻ ദിസ് വൺ എന്താണ്? ട്രയാങ്കുലർ ബേസ്ഡ് പിരമിഡ് ആണ്. സോ നമുക്ക് ജോമെട്രിക്കൽ സോളിഡ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പേരുകൾ ഒന്ന് നമുക്ക് നോട്ട് ചെയ്യേണ്ടതാണ്. ഞാൻ ഇന്ന് എടുത്തത് നമ്പർ റോഡ്സ് ആൻഡ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സും ജോമെട്രിക്കൽ ഷേപ്സും മാത്രമാണ് ഇന്ന് എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ അതിന്റെ പേരുകളും കൂടി ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. 1 മിനിറ്റ്. മാം, ഇത് രണ്ടും എങ്ങനെ വരക്കണ്ടേ ചാർട്ടില്? എടാ, നമ്മള് നമ്മള് ഫോട്ടോസ് നോക്കിയാൽ മതി. അതിൽ ആ ഷേപ്സ് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. നിങ്ങളിപ്പോ ഈ കണ്ടപ്പോ ചിലപ്പോൾ ഡിഫറൻസ് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിലും, പക്ഷെ അത് ഗൂഗിളിൽ നമ്മളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജോമെട്രിക്കൽ സോളിഡ്സ് സെർച്ച് ചെയ്താലേ കറക്റ്റ് ആയിട്ട് അതിന്റെ ഷേപ്സും കാര്യങ്ങളും കിട്ടുന്നുണ്ട് കേട്ടോ. എന്താണ്? പിക്ചർ ഒട്ടിച്ചാലും മതിയോ? കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. മാം, പിന്നെ ഇന്നലെ കളേഴ്സിന്റെ കാണിച്ചില്ലേ, കളേഴ്സ് കാർഡ്? അത് എത്ര ചെയ്യണ്ടേ മാം? എത്ര കളേഴ്സ്? എത്ര? 11 ആണ് മിനിമം ചെയ്യേണ്ടത്. 11 2 പെയർ വേണ്ടെങ്കിൽ നല്ലതായിരിക്കും. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലേ? നമ്മള് ഓരോന്ന് മെറ്റീരിയൽ ഞാൻ എടുത്ത് ഒന്നും കൂടി പ്രസന്റ് ചെയ്ത് കാണിച്ചു തരാം. നമ്മൾ സിലിണ്ടർ ആണ് ആദ്യം ഞാൻ ടൈപ്പ് ചെയ്തയക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, സിലിണ്ടർ കേട്ടോ. ടൈപ്പ് ചെയ്തില്ല. സിലിണ്ടർ വൈ നിങ്ങൾ എഴുതിയെടുത്താലും മതി. ഞാൻ വേണമെങ്കിൽ ഇമേജ് ഷെയർ ചെയ്യാം. എനിക്ക് ടൈപ്പ് ചെയ്യാനും കാണിക്കാനും കൂടി ഒരു ഡിഫിക്കൽറ്റി. നിങ്ങളത് എഴുതിയെടുക്കും. ഞാൻ ഇമേജ് ഷെയർ ചെയ്തേന്നാ.
1 മിനിറ്റ് ഒന്ന് സെർച്ച് ചെയ്യട്ടെ കേട്ടോ. ഓക്കെ മാം. അത് നിമ്മ 11 കളേഴ്സ് പറഞ്ഞില്ല മാം. സെയിം കളറാ മാം? സെയിം കളർ 2 പെയർ മതിയോ? അല്ല ഷെയ്ഡ് ഡിഫറൻസ് വേണോ? ഷെയ്ഡ് ഡിഫറൻസ് വേണം. നമ്മള് സെക്കൻഡ് കളറിംഗ് ബോക്സ് ആണ്. നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റുന്നത് ഇമേജ് സ്ഫിയർ, സ്ക്വയർ ബേസ്ഡ് പിരമിഡ്, സ്ഫിയർ, റെക്ടാങ്കുലർ പ്രിസം, ട്രയാങ്കുലർ പ്രിസം, ഇതേപോലെ നമുക്ക് ഇമേജ് കാണാം. അത് നമ്മള് ചാർട്ടിൽ ചെയ്താൽ മതി. ഓക്കെ, അതൊന്ന് എഴുതിയെടുത്തു കേട്ടോ, ഏതൊക്കെയായിരുന്നു ഷേപ്സ് എന്നുള്ളത്. ടൈപ്പ് ചെയ്യാനായിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടീസ് ഇടാം, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്ത കേട്ടോ. എഴുതി കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. ഇതൊരു സ്ക്രീൻഷോട്ട് വെച്ചാ പോരെ? അതായാലും മതി. ഞാൻ സ്ക്രീൻഷോട്ട് തന്നെ എടുത്ത് വെച്ചു മാം. ഓക്കേടാ. എനിക്ക് ഡസ്റ്റിന്റെ അലർജി ഉണ്ട്. പെട്ടെന്ന് പൊടി കാണുമ്പോൾ നമുക്ക് പൊടിയൊന്നും തോന്നുന്നില്ലെങ്കിലും, പക്ഷെ കുറെ നമ്മള് പ്രാക്ടിക്കൽ ക്ലാസ്സിന് മാത്രമാണല്ലോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത്. അപ്പോ ചെറുതായിട്ട് അതിൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കരമായിട്ട് ഇത് അഫക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ജോമെട്രിക്കൽ സോളിഡ്സും ക്ലിയർ ആയോ? നമ്പർ, റോഡ്സ് ആൻഡ് കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, ജോമെട്രിക്കൽ സോളിഡ്സ്. ഈ ഒരു മെറ്റീരിയലോട് കാണിക്കട്ടെ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മോണ്ടിസോറി പറഞ്ഞു തുടങ്ങുന്ന സമയം മുതൽ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയിരിക്കണം ഇത്. ചിലപ്പോ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ടാവും ഇതിന്റെ പേര്. ഇമേജൊക്കെ ചിലപ്പോ കാണിച്ചൊക്കെ തന്നിട്ടുണ്ടാവും. നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ദെൻ നിങ്ങൾക്ക് മുമ്പുള്ള ബാച്ച് വരെയും കുട്ടികളെ കൊണ്ട് ഞാനത് പ്രിപ്പയർ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം ചെയ്യിച്ചോന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ മെറ്റീരിയലിനെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടോന്ന് അറിയില്ല. ഇത് 10 ക്യൂബ്സ് ആണ് വരുന്നത്. മാം മെയിൻ സ്ക്രീൻ. ഓക്കെ, 1 മിനിറ്റ് ഞാൻ ഇതൊന്ന് അറേഞ്ച് ചെയ്തിട്ടേ. പിങ്ക് ടവർ. to 7 രണ്ട് വേരിയന്റ് ഉണ്ട് അതിൽ. കാണുന്നുണ്ടോ? ഫുള്ളായിട്ട് കാണാനായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ, കാണാൻ പറ്റും എന്നുള്ളത്. കണ്ടോ, പിങ്ക് ടവറാണ്. നമുക്ക് കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. കൗണ്ടിങ് പഠിപ്പിക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത്. സെൻസറിൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. നമുക്ക് കളർ കാര്യങ്ങളൊക്കെ സെൻസ് ചെയ്യാനായിട്ടാണ് പിങ്ക് ടവർ യൂസ് ചെയ്യുന്നത്. നമുക്ക് മാത്തമാറ്റിക്കൽ ഏരിയയിൽ പിങ്ക് ടവറിന്റെ യൂസേജ് എന്താണെന്ന് നമുക്ക് പറഞ്ഞുതരാം. നമുക്കിത് കൗണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, കൗണ്ടിങ് 1 കാണാൻ പറ്റുന്നുണ്ട്. കേസ് വന്നോ? മാം ഇമേജ് കാണുന്നില്ല. 1 2 3 4 5 6 7 8 9 10. നമുക്ക് കൗണ്ടിങ് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റും. അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ കൺസെപ്റ്റ് പഠിപ്പിക്കാൻ പറ്റും. നമുക്ക് അതേപോലെ മോട്ടോർ സ്കിൽസ് കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ദെൻ നമുക്ക് നമ്മുടെ കളർ സെൻസ് പഠിപ്പിക്കാനായിട്ട് പറ്റും ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിട്ട്. ദെൻ ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്. ദെൻ നോക്കി നിങ്ങൾ ഇതൊരു ക്യൂബ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ. ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ്, ജസ്റ്റ് ബിഗ്, ഓക്കെ, സ്മോൾ എന്നുവെച്ചാൽ ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പറ്റും. ഓക്കെ, അവർ കുട്ടികളെ കൊടുക്കുന്ന നമുക്ക് ആ വെയിറ്റ് നമുക്കറിയാം. ഇത് വുഡൻ ക്യൂബ്സ് ആണ്. ഇതിന്റെ വെയിറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ബിഗ് ആൻഡ് സ്മോൾ കണ്ട് തന്നെ മനസ്സിലാക്കാം. ഇതിന് വെയിറ്റ് യൂസ് ചെയ്തും ആ ബിഗ് ആൻഡ് സ്മോൾ കൺസെപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുട്ടികളിൽ പഠിപ്പിക്കാനായിട്ട് പറ്റും. നല്ലൊരു മെറ്റീരിയൽ ആണ് പിങ്ക് ടവർ. കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളറാണ്. ഏകദേശം എല്ലാവർക്കും ചെയ്ത് നോക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റീവ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് പിങ്ക് ടവർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ആണോ പിങ്ക് ടവർ? ഞാനത് ഇത് ചെയ്തു, പിങ്ക് ടവർ മാറ്റി. ഓക്കെ, അപ്പൊ നമ്മള് ലാസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയലിന്റെ പേര് പിങ്ക് ടവർ ആണ്. നിങ്ങൾ ആ പ്രാക്ടീസ് റെക്കോർഡിൽ നോക്കണം. പിങ്ക് ടവറിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിങ്കിൻ കളർ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് സമയം ഉണ്ടെങ്കിൽ ഞാൻ റീഡ് ചെയ്യാം. ഒന്ന് റീഡ് ചെയ്തോ? ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യോ പിങ്ക് ടവർ?
പെൻസിൽ പറഞ്ഞോടാ. ഇതല്ലേ? അതെ, വാങ്ങിച്ചിട്ടുണ്ട് ഇത്. ഇല്ല, ഞാൻ സ്കൂളിലാണ് ഇപ്പോ. ആണല്ലേ, അവിടെ ഉണ്ടല്ലേ. ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. ഓക്കേടാ, ഓക്കെ കേട്ടാ. ഇതാണ് പിങ്ക് കളർ കേട്ടോ. പിങ്കിൻ കളറാണ്, ഭയങ്കര അട്രാക്റ്റീവ് ആണ്. കുട്ടികൾക്ക് അത് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കൂലേ? യെസ് മാം. നല്ലൊരു മെറ്റീരിയൽ ആണ് ശരിക്കും. ഒരു മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. നമ്മൾ വിചാരിക്കും ജസ്റ്റ് ഒരു വൺ മെറ്റീരിയൽ അല്ലേ ഇതുകൊണ്ട് ഒരു കാര്യം. നമ്മൾ കൗണ്ടിങ് മാത്രമല്ല പഠിപ്പിക്കുകയാണെങ്കിൽ കളർ മാത്രമല്ലേ, അത് കൺസ്ട്രക്ഷണൽ സ്കില്ല്, ആർക്കിടെക്ചറൽ സ്കില്ല് കാര്യങ്ങളൊക്കെ കുട്ടികളെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഈ പിങ്ക് കളർ യൂസ് ചെയ്യും. ഓക്കെ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഒരു മെറ്റീരിയൽ യൂസ് ചെയ്ത് തന്നെ കുട്ടികളെ ചെയ്യാൻ പറ്റും, ട്രെയിൻ ചെയ്യിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തത് 4 മെറ്റീരിയൽസ് അല്ലേ. നമ്പർ, റോഡ്സ് ആൻഡ് കാർഡ്സ്, കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ്, ജോമെട്രിക്കൽ സോളിഡ്സ് ആൻഡ് ലാസ്റ്റ്ലി ഞാൻ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തു, പിങ്ക് കളറും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഈ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്ന മാം സ്റ്റക്ക് ആവുന്നുണ്ട് മാമിന്റെ. ഹലോ മാം, കേക്കുന്നുണ്ടോ? എല്ലാരിക്കും കേൾക്കുന്നോ മാം പറയുന്നത്? ഇല്ല. ലെഫ്റ്റ് ആയി പോയോ ക്ലാസ് കഴിഞ്ഞതുകൊണ്ട്? കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞോ? ഇല്ല, റെക്കോർഡിംഗിൽ തന്നെ ഉണ്ടല്ലോ. സ്മാർട്ട് ടെക്നീഷ്യൻസ് ഉണ്ട്. മാം പോയല്ലോ. ഓക്കെ, അപ്പൊ താങ്ക് യു. ക്ലാസ് കഴിഞ്ഞോ? കഴിഞ്ഞു.